ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ജന്മാഷ്ടമി ദിവസം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ അന്നത്തെ ദിവസം ഫുൾ അമ്പലത്തിൽ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാലയും പിന്നെന്താ പറയുക ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്. അപ്പോൾ മോള് പറഞ്ഞു, അയ്യോ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അല്ല മോതിരം വേണമെന്ന്. അപ്പോൾ ശരി എന്നാൽ മോതിരം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ മോതിരം വാങ്ങിക്കും കേട്ടോ. അത് 2 ദിവസം കഴിയുമ്പോൾ ആളതങ്ങ് ചീത്തയാക്കും ചെയ്യും. അങ്ങനെ നമ്മൾ മോതിരമൊക്കെ വാങ്ങിച്ച് അപ്പോൾ വരുന്ന വഴിക്ക് നല്ല മുല്ലപ്പൂ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിലാണ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവ് കിട്ടാറ്. പിന്നെ ഭയങ്കര വിലയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിലയൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. പോകുന്നു പിന്നെ നമുക്ക് ഇതാ പോകുന്ന അടുത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട്. അപ്പോൾ എല്ലാ അമ്പലത്തിലൊക്കെ കയറി അപ്പോൾ അമ്മേനെ ഞാൻ അവിടെ മുന്നിൽ കൃഷ്ണൻ്റെ അത് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇസ്കോൺ അമ്പലമുണ്ട് കേട്ടോ. ഇസ്കോൺ ടെമ്പിളിലേക്ക് നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അവിടുത്തെ അറേഞ്ച്മെൻറ്റ് കേട്ടോ, പ്രത്യേകം അത് പറയണം. അത് ഭയങ്കര ഇതായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പോയ സമയത്ത് അവിടെ ഇതാ കഴിഞ്ഞ വർഷത്തേക്കാളും പിന്നെ തിരക്കാട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഈ വർഷവും അതിലേറെ തിരക്കാണ്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോയപ്പം അവിടെ കൃഷ്ണന് വയ്ക്കാൻ വേണ്ടിയിട്ട് മാലയും താമരയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരവിടെ പിന്നെ ഭഗവാന്റെ മുന്നിൽ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. കൈകൊണ്ട് ആദ്യമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആക്കും, പക്ഷെ എനിക്ക് ഇങ്ങനെ എടുത്തിട്ടൊരു ഇത് കിട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയതാട്ടോ. എന്തോ അറിയില്ല ശരിയായോ എന്നൊന്നേ, എന്നെ ഇങ്ങനെ കാണുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണേ, ഇസ്കോൺ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ പാസ് ഉള്ളവർക്ക് വേറൊരു വഴിയാട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പാസ് ഉള്ളവർക്ക് വേറെ വഴിയാണ്ട് ആ വഴി കൂടെ ഞാൻ കയറി കേട്ടോ. അപ്പോൾ ഇതാ അവിടേക്ക് ഇങ്ങനെ അടുക്കാൻ വയ്യ കേട്ടോ, അത്രയ്ക്കും തിരക്കാണ്. അപ്പം ഞാനിതാ അമ്പലത്തിലേക്ക് കയറി. എന്ത് ഭംഗിയാണെന്നറിയാം അവിടെ കാണാൻ. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കൃഷ്ണനെയൊക്കെ ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഫോണിൽ ഇത്രയ്ക്കോ ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ക്ലിയറായി കാണുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് വലിയ ക്ലിയർ ആയിട്ട് എനിക്ക് ഫോണിൽ കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാട്ടോ. അപ്പോൾ ഡൽഹിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുന്നത് നല്ല ഇതാട്ടോ. അപ്പം ഞാൻ അവിടെ പോയി തൊഴുതു. പിന്നെ വേഗം എന്താ പറയുക വേഗം നമ്മൾ നല്ല തിരക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം തൊഴുതിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് എനിക്ക് പറ്റുന്ന മാതിരിയൊക്കെ ആ തിരക്കിൻ്റെ ഇടയിലാട്ടോ ഞാനങ്ങനെ വീഡിയോ എടുത്തത്. ഇവിടെ പിന്നെ അപ്പോൾ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞിട്ടോ, ഓരോ ഫ്ലേവർ. അപ്പോൾ ഞാനത് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് അവസാനം അമ്മ പറഞ്ഞു എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു പാക്കറ്റ് ചന്ദനത്തിരി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നേ, നല്ല മണമുള്ള ഇതാട്ടോ. ഒറിജിനലാണ് എന്നൊക്കെയാണ് അവർ പറയണത്. അതെന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്കിൽ കൂടിയിട്ട് അമ്മ പറഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ ഒരു പാക്കറ്റ് ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ചന്ദനത്തിരി വാങ്ങിച്ച് പിന്നെ അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പിന്നെ തിരിച്ച് പോയിട്ടോ. പിന്നെ നമ്മൾ പോയത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള, എപ്പോഴും നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അയ്യപ്പൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് കേട്ടോ പിന്നെ പോയത്. ഇതാക്കണ്ടോ സാധനങ്ങൾ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നു, അവിടുന്ന് മുതൽ നമുക്ക് റിക്ഷ നമ്മൾ അമ്പലത്തിൻ്റെ അവിടം വരെ എത്തിക്കും കേട്ടോ. നമുക്ക് നടന്നൊന്നും വരണ്ട കേട്ടോ. അതൊക്കെ ഒരു വലിയൊരു ഇതാണ് ഈ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. മറ്റുള്ള അമ്പലങ്ങളിലൊന്നും അങ്ങനത്തെ സിസ്റ്റം ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ അങ്ങനെ നമുക്ക് പ്രായമുള്ളവരായിക്കോട്ടെ ആരായാലും നമുക്ക് നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവിടെ റിക്ഷ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിക്ഷയിൽ നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയ സമയത്ത് പിന്നെന്താ പറയുക നല്ല
അവിടെ ഭോഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം നമ്മൾ കഴിക്കാനൊന്നും നിന്നില്ല, കാരണം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ പിന്നെ അവിടെ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉറിയടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടോ. അതിനുള്ള അപ്പോൾ അത് തുടങ്ങാനാകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ പിന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസും അമ്മമാരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. പിന്നെ അമ്മയ്ക്ക് വന്ന് അമ്പലത്തിൽ കാണാം, അമ്മ ആദ്യമായിട്ട് വരികയല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ കുട്ടികളുടെ ഡാൻസും പിന്നെ അവിടെ ശബരിമലയിലെ തന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പിന്നെ അവരുടെയൊക്കെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കേട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു മക്കളുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ആദ്യം പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ ഡാൻസൊക്കെ പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി പ്രോഗ്രാം തുടങ്ങാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 9:30 9:45 ആയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ കുറേ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും അടിപൊളി ഇത് അമ്മമാരുടെ ഒരു ദാണ്ടിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലാസ്റ്റ് ആയിരുന്നു അമ്മമാരുടെ ദാണ്ടി കേട്ടോ. അപ്പോൾ അതും ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ റെസിഡൻസിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ. 9 മണിക്കായിരുന്നു ഭജന, പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ 10 മണി 10:30 പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ റെസിഡൻസിൻ്റെ ഭജന കഴിയണമെങ്കിൽ 12 മണിയാവും കേട്ടോ. അപ്പോൾ അവർ ഓരോരുത്തർ വ്രതം എടുത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ 12 മണി വരെയൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത്ര സമയമൊന്നും നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് രാവിലെ പോയി തൊഴുത് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.